വേണ്ടെങ്കിൽ കുടിക്കണ്ട. വേഗം റെഡിയാവും. നമുക്ക് ആ ഡോക്ടർ മല്ലിയെ ഒന്ന് കാണാം. എനിക്കൊരു ഡോക്ടറെയും കാണണ്ട. നിങ്ങളുടെ ഏട്ടനോടൊന്ന് പറഞ്ഞാ മതി. ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും പാടത്തുനിന്ന് നേരെ കയറി വരാണ്ടിരിക്കാം. ചെളിയുടെയും വേർപ്പിന്റെ നാറ്റം സഹിക്കാൻ പറ്റണില്ല. എന്റെ ഭർത്താവിന് ചെളിയുടെയും വേർപ്പിന്റെ നാറ്റമുണ്ട്. ഈ നിൽക്കുന്നുണ്ടല്ലോ നിന്റെ ഭർത്താവ്, ആ ചെളിയുടെ വേർപ്പിന്റെ വിലയാ. ഞാനത് സഹിച്ചോണ്ടോന്നുണ്ടോ? എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ നീ. വേറൊന്നുമല്ല പറഞ്ഞത്. വേർപ്പും ചെളിയും കഴി വൃത്തിയാക്കി വരണമെന്നേ ഞാൻ മീൻ ചെയ്തുള്ളൂ. എന്നാലും അത് ഇൻസൾട്ട് ആയി. എന്റെ ഏട്ടാ, ആ വേർപ്പിന്റെ ചെളിയുടെ മണം നമ്മുടെ മണോ? ഈ വീടിന്റെ മണോ? എന്നിട്ടും കേട്ട് നിൽക്കണ്ടല്ലോ. സുധേ, ശോഭ മീൻ ചെയ്തത് എന്ത് മീൻ ചെയ്താലും ഏട്ടന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ മുഖത്തടിച്ചേനെ. ആരായാലും നിനക്കെന്നെ അടിക്കണോ അല്ലേടി? എന്റെ മനസ്സിൽ നിങ്ങളെ ഞാൻ 1000 വട്ടം അടിച്ചു കഴിഞ്ഞു. മിണ്ടാതെ പോടി അവിടുന്ന്. അവള് പ്രസവിക്കണം. വേണ്ട, അവള് പറയട്ടെ, ഞാനത് കേൾക്കണം. തോന്നിയ പറഞ്ഞാലുണ്ടല്ലോ. ശോഭയ്ക്ക് ഒരു വാക്ക് പിഴച്ചു. അതിന് എല്ലാവരും കൂടെ അവളിട്ട് മറക്കണോ? നിന്റെ കല്യാണം നടക്കണമെങ്കിലേ ഈ ശോഭ തന്നെ കനിയണം. അതറിയാവോ നിനക്ക്? അറിയാം. എന്നിട്ടാ നീ അവളുടെ നേരെ കിടന്ന് ചാടുന്നത്. അവളുടെ കാശ് വേണോ എല്ലാവർക്കും. അവള് ചീത്ത എന്ന് വെച്ച് എന്റെ വല്യേട്ടനെ വേദനിപ്പിച്ചാലുണ്ടല്ലോ, ഞാനത് സഹിക്കില്ല. എനിക്ക് ആരുടെ കനിവ് വേണ്ട. ലാളിച്ച് അഹങ്കാരം കണ്ടോ? അത് പോട്ടെ, ശോഭ വിഷമിക്കണ്ട. ഞാനെന്തിനാ വിഷമിക്കണേ? അത്ര വലിയ തെറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല.